നല്ല തലയെടുപ്പുള്ള കൊമ്പന്മാരെ കാണുന്ന വെച്ചാ ഇവിടെ തൃശ്ശൂർക്ക് പോന്നോട്ടാ. ഇവിടെയല്ലേ കാളിയും രാമനും ചന്ദ്രശേഖരനും നന്ദനും ഗോപാലകൃഷ്ണനും ഒക്കെ ഉള്ളത്. ലിഷോയി, അതൊക്കെ ശരിയാ. പക്ഷെ നിങ്ങൾക്ക് ആനയെ കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, പാപ്പാനും കൂടി വേണ്ടേ? പാപ്പാന്മാരെ കാണണമെങ്കിൽ എവിടെ വരണം? എറണാകുളത്ത് ഓണക്കൂറ്. ഇതാ നമ്മളങ്ങനെ ഓണക്കുറത്തിയിരിക്കുകയാണ്. ഒരു കാലത്ത് ഈ പാലത്തിന് താഴേക്ക് ഒരുപാട് ആനകളുണ്ടായിരുന്നു. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, നാട്ടിലെ എണ്ണം പറഞ്ഞ കരിവീരന്മാരെ ഇങ്ങനെ ചൂണ്ടുവിരൽ നിർത്തിയിട്ടുള്ള ഒരുപാട് പാപ്പാന്മാരുണ്ടായിരുന്ന നാടാണ് ഓണക്കൂർ. ഒരു 4-5 പേർക്കൊന്നും ആനയൊക്കെ ഇഷ്ടമായിരുന്നു. മുടുത്ത ആന, ഇപ്പം നമ്മളൊരു 15 ആന എഴുന്നേൽക്കുന്ന സ്ഥലം 14 ആന അവിടെ നിൽക്കണം. ഒരാനയെ വെറൈറ്റി ആയിട്ട് ഞാൻ മാറ്റി നിർത്തും. 15 ആനയുടെ പൂരം നടക്കുന്ന കൂടുതൽ ഇവിടെ ഈ ആനയുടെ അടുത്ത് ആൾ കാണും. ഇതാണ് ഓണക്കൂർ പൊന്നൻ, ആനപ്പാപ്പാന്മാർക്കിടയിൽ പൊന്നനാശാൻ. ഇന്ന് ഓണക്കൂരിലെ ജീവിച്ചിരിക്കുന്ന പാപ്പാന്മാരിൽ ഒന്നാമൻ. ആന ഉറക്കം തൂങ്ങി നിൽക്കണേ എനിക്ക് ഇഷ്ടമല്ല. നല്ല ആനകളും ആയിരിക്കണം. വഴക്കുള്ള ആന ഒരുപാട് ഇഷ്ടമായിരുന്നു അന്ന്. നമ്മുടെ ആനകൾ പലതര. പാപ്പാന്മാർക്ക് വഴങ്ങുന്നവരുമുണ്ട്, വഴങ്ങാത്തവരുമുണ്ട്. ആനകളെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാവുന്ന പൊന്നനാശാൻ പറയുന്നത്, ഒന്നാമത് ഇനി അഴിക്കാൻ ചെല്ലുമ്പോഴേ അറിയാം. ഇത് നമ്മൾ അഴിക്കാനായിട്ടെങ്കിൽ ചെല്ലണ വഴി ഇത് ഭയങ്കര അവിടെ കുത്തണു, നിലത്ത് കുത്തണു, പനങ്കെ കുത്തി തരുന്നു, ഭയങ്കര വെപ്രാളമായിരിക്കും. ആന പിടിയുന്നിരിക്കും. പയ്യൻ മന്ദതയിൽ പോടാവെന്നൊക്കെ പറഞ്ഞ് കയറി ചെല്ലുമ്പോഴും അനങ്ങാണ്ടൊക്കെ നിൽക്കും. ഒരു 2-3 കിട്ടുമ്പോഴും പയ്യെ സാമറ്റൊക്കെ നിൽക്കും. അതിനെ ഇത്തിരി ബുദ്ധിമുട്ടും. ഗജകേസരി യോഗത്തിലെ ഈ സീൻ നമ്മൾ ആരും മറന്നിട്ടില്ല. ഇത് ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ട് പൊന്നനാശാനും അനിയൻ രത്നാകരനും. ബൈറ്റോ എന്ന് പറയും. ബൈറ്റോ എന്ന് എഴുതി വെച്ച് ഇരിക്കാൻ അപ്പുറം എഴുതും. രണ്ട് കള്ളാസിൽ ഞാനിതും കൊണ്ട് നടക്കരുത്. കൂടെ റസൂൽ എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു നമുക്ക്. അവിടെ ആനം കൊണ്ട് വരുവുള്ളൂ പുള്ളി, അവിടെ മേടിക്കുന്ന ആനകളെ. അപ്പോൾ അയാൾ ഇതെല്ലാം എഴുതി തന്നായിരുന്നു. കൃഷ്ണപ്രസാദിനെ വെച്ചാൽ നായരമ്പലം കുളത്തിൽ കൊണ്ട് അവിടെ ചെന്നപ്പോൾ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു കുളത്തിൽ. അണ്ടറിൻ്റെ പോക്കറ്റ് കിടന്ന് ഇത് നനഞ്ഞു പോയി. പഴയ കാലത്തൊക്കെ ആനകളെ നടത്തിച്ച ഓരോ ഉത്സവ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചിരുന്നത് 6 മാസം വരെ ഒരൊറ്റ പോക്ക. പൂരം ഇന്ന സ്ഥലത്താണ്, അങ്ങനെ ഓരോ പൂരവും ആനക്കറിയാം. ഈ ആനൊരു പൂരത്തിന് പോയിട്ടുള്ള സ്ഥലത്ത് നമ്മളൊരാൾ മുകളിലുണ്ടെങ്കിൽ അവൻ കാല് കാണിക്കാതിരുന്നാൽ മതി. ഏത് ഊടുവഴി കടന്ന് എളുപ്പ വഴിക്ക് ആനക്കറിയാം അവിടെ ചെല്ലാൻ. വണ്ടിയിലുള്ള യാത്ര സൗകര്യാർത്ഥവും സാമ്പത്തികപരമായിട്ടും അധ്വാനക്കുറവും ഇതെല്ലാം ഉണ്ട്. പക്ഷേ ആനയ്ക്കത് ഭയങ്കര കേടാണ്, അതിഭയങ്കര കേടാണ്. ഒരു ആനയുടെ കൂട്ടത്തിൽ നമ്മൾ എപ്പോഴും കാണുന്നതാണ് ഒരു തോട്ടിയും ഒരു കോലും. ഈ ആന വല്ല വഴക്കുണ്ടാക്കുവോ, ആരെങ്കിലും കുത്തുവോ, ആനയെ കുത്തുവോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത്. അത് അതിനെ തടയിട്ടണത്. അതിന് ചുമ്മാ നിൽക്കുമ്പോൾ ഓടി ചെന്നാൽ രസം തോന്നുമ്പോൾ തോട്ടിക്കൊരു കുത്തു കൊടുക്കുക, അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ ഇത് അനുസരണയ്ക്ക് ഞാൻ ഇട്ടേക്കണല്ലേ, അങ്ങോട്ട് പാലിക്കാൻ നമ്മൾ നിൽക്കുന്നിടത്തേക്ക് തന്നെ നിൽക്കണം, അങ്ങ് പോകരുത്. അതിനാണ് ഇങ്ങനെ ഇട്ടത്. ആൾക്കാർ പറയില്ലേ ഇതിൻ്റെ ചെവി കാരണം ശരീരം കാണാൻ മേലെന്ന്. അതൊക്കെ വെറും തെറ്റിദ്ധാരണ. ആനയ്ക്കാണെങ്കിൽ ആരോഗ്യം അറിയാം. നമ്മുടെ ബുദ്ധി കൊണ്ടാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ഓണക്കൂറിലെ പാപ്പാന്മാരുടെ ചരിത്രം ഇനിയുമുണ്ട്. ക്യാമറമാൻ PS വേണുവിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.